ഈശ്വര, ഇനി എനിക്ക് നിന്നോട് 4 വർത്താനം പറയാനുണ്ട്. എന്റെ നാക്കെ ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം? അല്ല, അപ്പൊ ഏനക്കേടൊക്കെ മാറിയാ? ആ, മാറി. ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റിത്തരാം. നീ എന്താ പറഞ്ഞത്? എനിക്ക് മറുഷോക്ക് തന്നാ മതിന്നോ? മറുഷോക്ക് തരാൻ നീ ആരടാ? ഇലക്ട്രിസിറ്റിയിലെ ലൈൻമാനാ? നിന്നെ അടുക്കരുത്, അടുക്കരുത്. എന്റെ അടുത്ത് മാത്രം കളിക്കരുത്. കുത്തു, ഞാൻ കുത്തു. ദാസപ്പൻകുട്ടി, അത് നകുലേട്ടന്റെ ഭാര്യ ഗംഗ ചേച്ചിയാ. ഹലോ. ഹലോ. വീശും ഞാൻ. പിന്നാലെ വരണ്ടോ? അയ്യോ, പിന്നികള് വന്ന് മനുഷ്യനെ പേടിപ്പിക്ക. എന്താ ബാസൂരെ? എന്താ വേണ്ടത്? എന്നാന്ന്? അയ്യേ, എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന്, ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ദേ ഉണ്ണിത്ത വാക്ക് പറഞ്ഞ വാക്കാ. വിടുന്ന്. നിനക്ക് എന്താ ബാസുര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ശ്രീദേവി, ശ്രീദേവി പിടിച്ചു വലിക്കരുതെന്നേ. പിടിക്കേ. നീ എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ഇതിനെ പേടിച്ചോ? എന്നാ ദാസപ്പൻ പറയുന്നേ? എന്തായാലും എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഉരിയാടുന്നില്ല. വല്ലതും ഒന്ന് കേൾപ്പിച്ചു കെട്ടിയായിരുന്നെങ്കി. അക്ഷര ശ്ലോകം ചൊല്ലിക്കൊണ്ട സമയത്തെങ്ങാനും അവിടെ ചെന്ന് കേറി കാണും. കൽക്കട്ടക്കാരുടെ ഓഹരി ഭരിക്കാഞ്ഞിട്ട് കിടക്കപ്പുറത്ത് ഇല്ലായിരുന്നല്ലോ അങ്ങർക്ക്. എന്നിട്ടിപ്പോ എന്തായി? വേണ്ടാത്തതൊക്കെ ആ ശാരദ ചേച്ചിയെ പറഞ്ഞു കേൾപ്പിച്ച് എന്റെ കയ്യിലിരുന്ന മാടമ്പിള്ള താക്കോൽ അങ്ങനെ കൈവശപ്പെടുത്തി. പണ്ട് ആലപ്പാറ പോറ്റിമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ. നിന്റെ ഭർത്താവ് താലൂക്ക് ഓഫീസർക്കാവൊന്നും അറിയത്തില്ല. ഭരത്തനല്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ ഈ മാടമ്പിള്ള താക്കോലും ഭരണമൊന്നും നമുക്ക് വേണ്ടാന്ന്. പറഞ്ഞാ കേക്കണ്ടായോ? ചരട് ജപിച്ചു തരാം. പക്ഷെ ഞാൻ ജപിച്ച ചരട് അദ്ദേഹം കെട്ടുവോ? എന്നാ വാ. മിണ്ടാതുരിയാടാതെ കൊണ്ടുപോയി ആരേക്ക് ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ? എന്തോ അവിടെ? ഒന്നുമില്ല സാർ. ഈ അല്ല, കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്ന? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ചിറ്റപ്പനവിടെ എന്തേ? ആ നിക്കണ്ട, ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടിക്കൊടുക്ക. ജപിച്ച ചരടാ കയ്യില്, അതാ മിണ്ടാത്ത.
சாகரியில கீர்த்தனை ஒண்ணு பாடுறீங்களா? ആരാത്? நான் தான் நாகவல்லி. അയ്യോ അയ്യോ ആഫ്രിക്കയിൽ നിന്നും ഒരു പാമ്പിന്റെ ഡോക്ടർ വന്നു. അമേരിക്കയിൽ നിന്നൊരു ഭ്രാന്തിന്റെ ഡോക്ടർ വന്നു എന്ന് നമ്മുടെ ശാന്തം പറഞ്ഞു. എന്നാലും ഒന്ന് കണ്ടേക്കാന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. കണ്ടോളൂ, ഞാനാണ് ഭാഗ്യവാൻ. നമ്മൾ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എളുപ്പം ചികിത്സിക്കണല്ലോ. ചികിത്സിക്കാം ഇത്തിരി കഴിഞ്ഞോട്ടെ. ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഇങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്ക. അത് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നോക്കാം. പിന്നെ പോകുമ്പം വെള്ളത്തിൽ ചവിട്ടാ സൂക്ഷിച്ചു പോണം. വെള്ളം തൊട്ടാൽ അപകടം. വെള്ളം വെള്ളം കിടക്കുന്നു. വെള്ളം 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 കാട്ടുപറമ്പൻ എങ്ങനെയുണ്ട്? ഇപ്പൊ വെള്ളത്തിൽ ചവിട്ടിലൊന്നുമില്ലല്ലോ. ഒരു സെക്കൻഡ് ഞാൻ നോക്കാം. നാക്കിട്ട് ഓ ഇതായിരുന്നല്ലേ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടെ ആയിരുന്നു കുഴപ്പം. ഇവിടെ ഒരു കിളി പറന്നു പോയത് പറഞ്ഞത്. ഇനിയിപ്പോ വെള്ളത്തിലൊക്കെ ചവിട്ടാം കേട്ടോ. അപ്പൊ എനിക്കിനി കുളിക്കാലോ? കുളിക്കാം. അപ്പൊ അതിന്റെ പെരുമാറ്റത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അപ്പൊ രോഗാശേഷം മാറി? ഇത് രോഗമൊന്നും അല്ലായിരുന്നു, ഒരുതരം മാനസിക വിഭ്രാന്തി. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഇമാർക്കസ് കിനോഫിയ തകാഡി എന്ന് പറയും. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. പോട്ടെ. താനെ ഇവിടെ കറങ്ങി നടക്കുന്ന മൂത്രം തട്ടുമ്പുറത്താണോ മൂത്രം? അല്ല, മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട്. താനെ കണ്ടപ്പോ എന്തിനാ ഓടിയെ? അത് മുട്ടിയിട്ട് വയ്യാത്തോണ്ടാ. ആര് മുട്ടി? എപ്പ മുട്ടി? എന്തിനു മുട്ടി? എവിടെ വെച്ച് മുട്ടി? എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഞാൻ വരുമായിരുന്നു. ഇവിടെ മൂത്രം ഒഴിക്കും. ഇവിടെയോ? ഇവിടെ ഒഴിക്കേ ഒഴിക്കേ. കിണ്ടി ഞാൻ കണ്ട്. കിണ്ടി കിണ്ടി. അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ. കിണ്ടി ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ. കിണ്ടി കിണ്ടി കിണ്ടി.